സഖാക്കളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സുരേഷ് കോടൂർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തവും ക്രിയാത്മകവുമായി ഇടപെടുന്ന ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷം ഹൃദയപക്ഷത്തിൻ്റെ ഈ സംവാദത്തിൽ പങ്കുചേരുന്നതിൽ വളരെയേറെ സന്തോഷം. സാമൂഹ്യ മാധ്യമങ്ങൾ ആശയപ്രചരണത്തിനും ആവിഷ്കാരങ്ങൾക്കും വലിയൊരു ജനകീയ മാധ്യമമായി ഉയർന്നു വന്നത് വളരെയേറെ സാധ്യതകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അത് വലിയ വെല്ലുവിളികളും ദുരുപയോഗ സാധ്യതകളും ഒക്കെ ഉയർത്തുന്നുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന ഈ സാധ്യതകളെ പുരോഗമന ആശയപ്രചരണങ്ങൾക്കായും പ്രതിലോമ പ്രചരണങ്ങളെ തുറന്നുകാട്ടുന്നതിനും പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഈ ശ്രമങ്ങൾ വളരെയേറെ അഭിനന്ദനാർഹമാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷത്തിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. പുതിയ കാലം ശാസ്ത്ര സാങ്കേതികതയുടെ സ്ഫോടനാത്മകമായ വികാസത്തിൻ്റെ കാലമാണ്. സാങ്കേതികവിദ്യയുടെ അത്ഭുതകരമായ സ്വാധീനമാണ് ഈ കാലത്തിൻ്റെ മുഖമുദ്ര. വിവരവിനിമയ ഉപാധികൾ, ആശയപ്രചരണ രീതികൾ, മാധ്യമങ്ങളുടെ രൂപഭാവങ്ങൾ, ആവിഷ്കാര സമ്പ്രദായങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയൊക്കെ പൊതുബോധ നിർമ്മിതിയിലും ജനങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലും അവരുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും അഭിരുചികളും രൂപപ്പെടുത്തുന്നതിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പുതിയ ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നത് എന്താണ് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രീതികളും രൂപങ്ങളും ഉള്ളടക്കവും? ഇത് മനസ്സിലാക്കേണ്ടത് പുതിയ കാലത്തിനോട് ഫലപ്രദമായി സംവദിക്കാൻ കെൽപ്പുള്ള സംവേദന ശൈലികളും സംഘടനാ രൂപങ്ങളും ഘടനയും നേതൃത്വവും സംഘാടന രീതികളും സാമൂഹിക ഇടപെടലുകളും അതുപോലെ സമരങ്ങളുടെ സ്വഭാവവും വിഷയങ്ങളിലെ മുൻഗണനാക്രമങ്ങളും പൊതുബോധ നിർമ്മിതിക്കായുള്ള ക്യാമ്പയിനുകളുടെ സ്വഭാവവും രീതികളും ഒക്കെ നിർണ്ണയിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം ഉൽപാദന രീതികളെ, ഉൽപാദന ശക്തികളെ, അതുപോലെ ബന്ധങ്ങളെ, ചൂഷണ രീതികളെ, സാമ്പത്തിക സന്തുലിതാവസ്ഥയെ, പിന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പരിപ്രേക്ഷ്യങ്ങളെ, മൂല്യവ്യവസ്ഥയെ ഒക്കെ വളരെയേറെ മാറ്റിമറിച്ചിട്ടുണ്ട്. വിരൽ തുമ്പിൽ വിവരങ്ങൾ വിരിയുന്ന ഒരു കാലത്ത് വിചാരങ്ങളെ പക്ഷേ ഭരിക്കുന്നത് വസ്തുതകളെ വകഞ്ഞ് വികാരങ്ങളാണ് എന്നതൊരു പക്ഷേ വിരോധാഭാസമായി തോന്നാം. സത്യം അപ്രസക്തമാവുന്ന സത്യാനന്തരതയുടെ പുത്തൻ സാംസ്കാരിക വിനിമയ മൂല്യവിചാരങ്ങളാണ് പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന സാംസ്കാരിക ഘടനയുടെ മുഖമുദ്രയായി ഉയർന്നു വന്നിട്ടുള്ളത് എന്നത് ആശങ്ക ഉയർത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ യുഗത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് വിവര സമൂഹം, ആഗോള ഗ്രാമം, അല്ലെങ്കിൽ അറിവ് യുഗം എന്നൊക്കെയുള്ള വിശേഷണങ്ങളിലാണ്. ഈ വിശേഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് വർത്തമാന സമൂഹത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ഘടന നിർണ്ണയിക്കുന്നതിൽ വിവരത്തിനുള്ള സ്വാധീനത്തെയാണ്. സമകാലീന സാമൂഹ്യ ജീവിതത്തിലെ സാമ്പത്തിക ക്രമത്തിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തെയാണ് ഈ വിശേഷണങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം വ്യവസായത്തെ മാത്രമല്ല, നമ്മുടെ സകല ജീവിത വ്യവഹാരങ്ങളെയും അവയെ നിയന്ത്രിക്കുന്ന നീതി വ്യവസ്ഥകളെയും ഒക്കെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെടുത്താൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതം തിരിച്ചറിയാനാവാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം.
സാങ്കേതികവിദ്യയുടെ പ്രഭാവവും സ്വാധീനവും നമ്മുടെ ജീവിതവുമായി വേർപെടുത്താനാവാത്ത വിധം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിത സമ്പ്രദായങ്ങളെ തന്നെ രൂപപ്പെടുത്തുന്ന, മാറ്റിമറിക്കുന്ന ശക്തിയായി തീർന്നിരിക്കുന്നു. ആ മാറ്റങ്ങൾക്കനുസരിച്ച് പൊതുമണ്ഡലത്തിലെ പ്രവർത്തന രീതികളും ആശയ സംവേദനത്തിലെ ഉള്ളടക്കവും രൂപവും ഭാവവും ഒക്കെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് സാങ്കേതികവിദ്യയുടെ അഭൂതപൂർവമായ വികാസം മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തെ വളരെ ഗണ്യമായ തോതിൽ ഉയർത്താനുള്ള സാധ്യതകൾ തുറന്നിടുമ്പോൾ തന്നെ അവയുടെ കുത്തകവൽക്കരണം, സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി സാങ്കേതികവിദ്യയുടെ ഉടമസ്ഥാവകാശം പേറുന്ന ചുരുക്കം ചില മൂലധന ശക്തികളിലേക്കായി കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വൈരുദ്ധ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് വിവരം കൂടുതൽ ആളുകളിലേക്ക് ഏറ്റവും വേഗത്തിലെത്താനുള്ള മാർഗങ്ങൾ നിലവിൽ വരുന്നു. ഇൻ്റർനെറ്റ് പോലെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെയോ വാട്സപ്പ് പോലെയോ ഉള്ള സംവിധാനങ്ങളിലൂടെ വിവരോൽപാദന ഉപാധികൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അതേസമയം വിവരത്തിൻ്റെ വിതരണ നിയന്ത്രണവും ബോധപൂർവമായുള്ള ദുരുപയോഗവും കച്ചവടവൽക്കരണവുമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്യൂഡൽ കാലത്തിലോ അല്ലെങ്കിൽ വ്യാവസായിക യുഗത്തിലോ ഒക്കെ ഉൽപാദന ഉപാധികളുടെ, ഫാക്ടറികളുടെ, മെഷീനുകളുടെ, ഭൂമിയുടെ ഒക്കെ കൈവശാവകാശത്തിലൂടെ സമൂഹത്തിൽ അധികാരം ഉറപ്പിക്കുന്ന വർഗം വിവരയുഗത്തിലും വിവരോൽപാദന വിതരണ ഉപാധികളുടെ നിയന്ത്രണത്തിലൂടെ ആ അധികാരപ്രയോഗം നിർബാധം തുടരുന്നു. പുതിയ കാലത്തും ഈ സാമ്പത്തിക ചൂഷണ ബന്ധങ്ങൾ, വ്യവസ്ഥിതി അതുപോലെ തുടരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാന മാധ്യമങ്ങളുടെ ഉടമസ്ഥാവകാശം പരിശോധിച്ചാൽ നമുക്കറിയാം ആരാണ് മാധ്യമങ്ങളുടെ ഉടമകളെന്നും അതുകൊണ്ട് തന്നെ ആശയപ്രചരണത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും. അതായത് ഉൽപാദന ഉപാധികളുടെയും രീതികളുടെയും കാര്യത്തിൽ വമ്പിച്ച കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുമ്പോൾ വർഗസമരവും അതിനനുസരിച്ച് തീക്ഷ്ണമാവുകയാണ്. കാരണം ഈ പുരോഗതി സാധ്യമാക്കുന്ന ഈ വിവരയുഗത്തിലെ സാങ്കേതിക ശാസ്ത്ര വിദ്യകളുടെ വികാസം, ആ പുരോഗതി സാധ്യമാക്കുന്ന വമ്പിച്ച സമ്പത്തിൻ്റെ ഉത്പാദനം നിലവിലുള്ള വ്യവസ്ഥിതിയിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിൽ സമാഹൃതമാവുന്നതിന് കാരണമായിരിക്കുന്നു. ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നു. കോവിഡ് കാലത്ത് പോലും ബില്യണിയേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണ് ചെയ്തത്. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവരുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനവുണ്ടാവുകയും ചെയ്യുന്നു. ശതകോടീശ്വരന്മാർ വർദ്ധിക്കുന്നു, ദാരിദ്ര്യരേഖയിൽ കീഴിലുള്ളവരുടെ എണ്ണം അതേപോലെ വർദ്ധിക്കുന്നു. സമ്പത്ത് ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകൃതമാവുന്നു. സമൂഹത്തിൽ വെറും 1% പേർ പകുതിയോളം വിഭവം സ്വന്തമാക്കുകയാണ് രാജ്യത്തിൻ്റെ. താഴെ തട്ടിലുള്ള 50%-ലധികം പേർക്ക് 5% പോലും സമ്പത്തില്ലാത്ത, സമ്പത്തിൻ്റെ വളരെ വികൃതമായ, കുറ്റകരമായ ഒരു വിതരണ സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്ന കണക്കുകൾ നിലവിലെ വ്യവസ്ഥിതിയുടെ നീതിരാഹിത്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. അതായത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, എന്നാൽ അതിൻ്റെ ഭൂരിപക്ഷവും വളരെ ചെറിയ ഒരു ശതമാനത്തിലേക്ക് അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. ഭൂരിപക്ഷം വരുന്ന ദരിദ്രരായവർക്ക് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന വ്യവസ്ഥിതിയുടെ നീതിരാഹിത്യം അത് കൂടുതൽ കൂടുതൽ തീക്ഷ്ണമായി സാമാന്യ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. 140 കോടി ജനങ്ങളിൽ 80 കോടിയും സൗജന്യ റേഷനിലാണ് കഴിയുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ഈ പുതിയ വിവര വ്യവസായത്തിൻ്റെ ഐക്കണായിട്ടുള്ള ശ്രീ നാരായണമൂർത്തിയാണ്. പക്ഷേ അത് പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മാർഗം എന്താണ്? അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരും ആഴ്ചയിൽ 70 മണിക്കൂർ എല്ലുമുറിയെ പണിയെടുക്കണം എന്നാണ്. അതായത് ഈ 80 കോടി ആൾക്കാർ ദിവസം 14-16 മണിക്കൂർ രാപ്പകല്
പണിയെടുക്കുന്നവരാണ് എന്നും അവരുടെ വിയർപ്പിൻ്റെ ഫലമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത് എന്നതും അദ്ദേഹത്തെ അലട്ടുന്നേയില്ല. അത്തരമൊരു ആശങ്ക അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വർഗത്തിൻ്റെ വീക്ഷണത്തിനും പ്രത്യയശാസ്ത്രത്തിനും അന്യമാണ്. എന്നാൽ ലാഭത്താൽ നയിക്കപ്പെടുന്ന ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗം ലോകത്തെ ഇന്ന് വളരെ ഭീതിതമായ ഒരവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. ഈ ഭീമമായ അസമത്വത്തിൽ നിന്ന് ജനങ്ങളുടെ രോഷത്തെ, ജനമുന്നേറ്റത്തെ ശ്രദ്ധ തിരിക്കാനായി, വഴിതിരിക്കാനായി വർഗീയതയും തീവ്ര വലത് വിഭജന രാഷ്ട്രീയവും അരാഷ്ട്രീയതയുടെ ആശയ പരിസരങ്ങളും സ്വത്വവാദവും ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. ഭീകരമായ സാമ്പത്തിക സാമൂഹിക അസമത്വം, സാമ്രാജ്യത്വ യുദ്ധങ്ങൾ, തീവ്രമായ ചൂഷണ വ്യവസ്ഥ, അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങൾ, തകരുന്ന പരിസ്ഥിതി, ഇതൊക്കെയാണ് ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്നതും അതൊക്കെ മുതലാളിത്തത്തിൻ്റെ വ്യവസ്ഥിതിയുടെ അതിരുവിട്ട ചൂഷണത്തിൻ്റെ സൃഷ്ടിയാണെന്നതും ചർച്ചയിൽ എവിടെയും പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള, ഒരു സംഭാഷണങ്ങളിലും ഒരു സംവാദങ്ങളിലും അത് ഉയർത്തപ്പെടാതിരിക്കാനുള്ള ജാഗ്രത മാധ്യമങ്ങൾ സദാ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മാധ്യമങ്ങളുടെ ഉടമസ്ഥാവകാശം ഈ വർഗത്തിന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു വ്യവസ്ഥയ്ക്ക്, മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് മനുഷ്യനെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു തീർക്കാൻ മാത്രം ശക്തി കൈവരിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരം കൊണ്ട്. അതുകൊണ്ട് മനുഷ്യവംശത്തിന് മുന്നിൽ ഇന്ന് 2 വഴികളേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്നുകിൽ സോഷ്യലിസം, അല്ലെങ്കിൽ പ്രാകൃതത്വം അഥവാ ബാർബാറിസം എന്ന്. അത് ഇന്ന് വെറും ഒരു മുദ്രാവാക്യമല്ല. മുതലാളിത്തം മനുഷ്യ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഉയർത്തുന്ന ഭീഷണിയുടെ നേർചിത്രമാണ് ആ വാചകം. മനുഷ്യന് മുന്നിൽ സോഷ്യലിസം അല്ലെങ്കിൽ ബാർബാറിസം എന്ന 2 വഴികളേ ഉള്ളൂ എന്നത്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ സ്ഥാപനത്തിലൂടെ മനുഷ്യരാശിയെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള സമരമാണ് ആത്യന്തികമായി മാർക്സിസത്തിൻ്റെ രാഷ്ട്രീയം. കഴിഞ്ഞ 2 നൂറ്റാണ്ടോളമായിട്ട് മാർക്സിസത്തിൻ്റെ സമരം ഈ പ്രശ്നങ്ങളോടാണ്, ഈ വെല്ലുവിളികളോടാണ്, ഈ വ്യവസ്ഥിതിയോടാണ്. ഈ സമരങ്ങളിൽ പൊതുജനങ്ങളെ അണിനിരത്താനുള്ള, ബോധവൽക്കരിക്കാനുള്ള, പൊതുബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പുതിയ സംഘടനാ രീതികൾക്കായിട്ടുള്ള അന്വേഷണം, അതിൻ്റെ നവീകരണത്തിനുള്ള അന്വേഷണങ്ങൾ, പുതിയ പുതിയ ആവിഷ്കാര രീതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒക്കെ. ഇങ്ങനെ ലാഭാർത്ഥിയാൽ നയിക്കപ്പെടുന്ന വ്യവസ്ഥിതിയുടെ പ്രതിലോമ രാഷ്ട്രീയം സാംസ്കാരിക രംഗത്തും അതിൻ്റെ അനുരണനങ്ങളും അപജയങ്ങളുമായി ആധിപത്യം ഉറപ്പിക്കുന്നതും പുതിയ കാലത്തെക്കുറിച്ചുള്ള ആശങ്കകളിലൊന്നാണ്. സത്യാനന്തരതയാണ് ഇന്നിൻ്റെ വലത് സാംസ്കാരിക വ്യവസ്ഥയുടെ അടയാളവാക്യം. സത്യത്തെക്കുറിച്ചുള്ള സങ്കല്പനത്തിന് തന്നെ വന്ന അവസ്ഥാന്തരത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സത്യാനന്തരം എന്ന പ്രയോഗം. ഇത് പൊതുബോധ നിർമ്മിതിയിലെ ഈ മാറ്റം, പൊതുബോധത്തിലെ ഈ മാറ്റം, മുഖ്യധാരാ മാധ്യമങ്ങളെ, നവമാധ്യമങ്ങളിലെ പെരുമാറ്റങ്ങളെ, രാഷ്ട്രീയ സാംസ്കാരിക പൊതുസംവാദങ്ങളെ, സാമൂഹ്യ അധികാര ഘടനയെ, നമ്മുടെയൊക്കെ സാംസ്കാരിക ശീലങ്ങളെ, ഇതിന് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതിലോമകരമായി കീഴ്മേൽ മറിക്കുകയാണ്. യുക്തിചിന്ത അതില്ലാത്ത, ശാസ്ത്രം അവഗണിക്കപ്പെടുന്ന, വസ്തുതകൾക്ക് വിലയില്ലാത്ത, വികാരങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്കുള്ള വഴികളിലെ ദിശാസൂചകങ്ങളാണ് ഈ പരിണാമങ്ങളൊക്കെ. സത്യാനന്തരത എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക അവസ്ഥ വസ്തുതകൾക്ക് വിലയില്ലാത്ത, സത്യമെന്ന സങ്കല്പത്തിന് തന്നെ അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു വലത് സാംസ്കാരിക രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പൊതു
അഭിപ്രായം പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ ആധുനിക സമൂഹത്തിൽ വളരെ പ്രധാനമായിട്ടൊരു സ്ഥലം കൈയാളുന്നത് മാധ്യമങ്ങളാണ്. നമുക്കറിയാം, മാസ് മീഡിയ വാർത്താവിതരണത്തിൽ സാങ്കേതികവിദ്യ സാധ്യമാക്കിയിട്ടുള്ള വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ, വാർത്തയുടെ ഉൽപ്പാദനവും വിതരണവും സംബന്ധിച്ച് അന്ന് വരെ നിലനിന്ന ധാരണകളെ, രീതികളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട്, അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവം, ഇതൊക്കെ ഈ പരിണാമത്തെ, സത്യാനന്തര സമൂഹത്തിൻ്റെ സൃഷ്ടിയിലെ വികാസത്തിലൊക്കെ വളരെയേറെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ സ്ഥിതിയെ, അതിൻ്റെ ദയനീയമായിട്ടുള്ള സ്ഥിതിയെ എന്ന് പറയാം, അത് വെളിവാക്കുന്നതായിരുന്നു 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്ന കോബ്ര പോസ്റ്റ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നറിയപ്പെട്ട ഒളി ക്യാമറ ഓപ്പറേഷൻ. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹിന്ദുത്വ വർഗീയ അജണ്ട പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഡീലുകൾ പ്രതിഫലപരമായിട്ട് തരാം എന്ന വാഗ്ദാനവുമായി ഇന്ത്യയിലെ എല്ലാ പ്രധാന മാധ്യമ സ്ഥാപനങ്ങളെയും പത്രങ്ങളെയും TV ചാനലുകളെയും ഒക്കെ സമീപിക്കുകയായിരുന്നു കോബ്ര പോസ്റ്റിൻ്റെ ഈ അണ്ടർ കവർ റിപ്പോർട്ടർ. ഏതാണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും വർഗീയ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന പരിപാടികളും അതുപോലെ പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ട് കൃത്രിമ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന കാഴ്ചയാണ് ഈ കോബ്ര പോസ്റ്റ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. വർഗീയ പ്രചരണം നടത്തി സമൂഹത്തിലെ കലാപം ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഒരു പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റിമറിക്കാൻ സഹായിക്കാം എന്നതും ഒക്കെയാണ് മാധ്യമങ്ങൾ വാക്കുകൊടുത്തത്. 500 കോടിയാണ് ടൈംസ് ഗ്രൂപ്പിൻ്റെ തലവന് ഇതിനുവേണ്ടി വാഗ്ദാനം ചെയ്തത്. അദ്ദേഹം ഈ പ്രതിഫലം എങ്ങനെയാണ് കള്ളപ്പണമായിട്ട് കിട്ടുന്നത് എന്നുവരെ പറഞ്ഞുറപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നോട്ട് നിരോധനം കള്ളപ്പണ വേട്ടയ്ക്കാണ് എന്ന് പ്രചരണത്തിൽ മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ്. അതുപോലെ കൃഷ്ണനെയും ഭഗവത്ഗീതയെയും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികളിലൂടെ ഹിന്ദുത്വത്തിന് അനുകൂലമായി വർഗീയത പ്രചരിപ്പിക്കാമെന്നായിരുന്നു ടൈംസ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു വാഗ്ദാനം. അതായത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന രീതിയിൽ വർഗീയ പരിപാടികൾ നടത്താമെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇന്ത്യ ടുഡേയിലെ ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്യുകയാണ്. 275 കോടി രൂപയായിരുന്നു ഇന്ത്യ ടുഡേക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം. ഇങ്ങനെ ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും ജനങ്ങളെ വിഭജിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ്. അതായത് വർഗീയ ശക്തികൾ, അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ വേരുകളും എത്ര ആഴത്തിലാണ് ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾ വേരൂന്നിരിക്കുന്നത് എന്നാണ് കോബ്ര പോസ്റ്റ് വെളിപ്പെടുത്തിയത്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ പുതിയ സാങ്കേതിക വിദ്യകളുടെ, സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളുടെ അത് ഒരു 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 പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ വാർത്തകൾക്കുള്ള സോഴ്സായി മാറിയിരിക്കുന്നു. ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്ന, യാതൊരുവിധ ചെക്കും ബാലൻസും ഇല്ലാത്ത, അത് ശരിയാണോ അല്ലേ എന്ന് ആരും പരിശോധിക്കുകയോ ആരും ആശങ്കപ്പെടുകയോ തന്നെയോ ചെയ്യാത്ത രീതിയിൽ ആർക്കും എന്തും പോസ്റ്റ് ചെയ്യാവുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ. അതുകൊണ്ട് ആളുകൾ അതിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കുന്നു. നമ്മൾ സാധാരണ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയാറുള്ളത് പോലെ യാതൊരുവിധ കൗണ്ടർ ക്വസ്റ്റനും അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുള്ള പരിശോധനയ്ക്കും വിധേയമാകാതെ അത്തരം വാർത്തകൾ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അത് ചെയ്യുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം, അത് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുള്ള, ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള, ഭരണഘടനയിലുള്ള, രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള അല്ലെങ്കിൽ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരോട് ഉള്ള എല്ലാ തരത്തിലുമുള്ള വസ്തുതകളോട്, വിദഗ്ധാഭിപ്രായങ്ങളോട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടൊക്കെ ഒരു തരം അവിശ്വാസമാണ് ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അരാഷ്ട്രീയമായിട്ടുള്ള, ഒന്നിലും വിശ്വസിക്കാത്ത, എല്ലാം ഒരുപോലെ എന്നുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് വളർത്തുന്ന
ഒരു തരം രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് സത്യാനന്തര സാംസ്കാരിക രാഷ്ട്രീയം അത് വളരെ ബോധപൂർവം തന്നെ ഇത്തരം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലത് രാഷ്ട്രീയം വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രയോഗിക്കുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യാനന്തര സംസ്കാരത്തോടുള്ള പ്രതിരോധം ഒരേ സമയം സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള സമരമാണ്. കാരണം സത്യാനന്തരം എന്നത് തീവ്ര വലത് നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകളോടുള്ള സമരം, ജനങ്ങളെ വിഭജിക്കുന്നതിനെതിരെയുള്ള സമരം, അതൊക്കെ രാഷ്ട്രീയ വലതിനോടുള്ള സമരമാണ്. സാമ്പത്തിക അസമത്വ വ്യവസ്ഥിതിയോടുള്ള രാഷ്ട്രീയ സമരങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് അവയ്ക്ക് കവചം തീർത്ത് സംരക്ഷിക്കുന്ന സാംസ്കാരിക രൂപങ്ങളോടും ആശയങ്ങളോടും പ്രത്യയശാസ്ത്രങ്ങളോടുമുള്ള എതിരായിട്ടുള്ള സമരങ്ങൾ. ഈ മാറ്റങ്ങളെ കൃത്യമായി വായിക്കുകയും അതിനനുസൃതമായിട്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആശയപരമായും സംഘടനാപരമായും കരുത്തുറ്റതാക്കാനുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പരിപാടി 2000 പുതുക്കുന്നത്. ഇത്തരത്തിൽ അതാത് കാലഘട്ടങ്ങളിലുണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിപാടികളും പ്രവർത്തന രീതികളും പുതുക്കിക്കൊണ്ട്, ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ബലാബലങ്ങളിൽ ശാക്തിക ചേരികളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, രാജ്യത്തെ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ നടപ്പാക്കലുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, വർഗീയതയുടെ വർദ്ധിച്ച തോതിലുള്ള കടന്നുകയറ്റം, അത് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ വെല്ലുവിളികൾ, ഇതൊക്കെ നേരിടുകയും അതിനുവേണ്ടി കരുത്താർജിക്കുകയും ചെയ്യുന്ന പരിപാടികളുമായിട്ട് ആത്യന്തികമായിട്ട് മുതലാളിത്തത്തെ സോഷ്യലിസത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന വിപ്ലവം നടത്താനുള്ള തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ പാർട്ടി, വിപ്ലവ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. നമുക്കറിയാവുന്നതുപോലെ വർഗസമരത്തിലൂടെ ഉണ്ടാകുന്ന സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണത്തിന്, അതിനെ നയിക്കാൻ, അതിനെ തൊഴിലാളി വർഗത്തെ ശക്തരാക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടെന്ന് മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നീട് അതിൻ്റെ പ്രവർത്തന രീതികൾക്കും നയങ്ങൾക്കും ഒക്കെ ഡെമോക്രാറ്റിക് സെൻട്രലിസം പോലെയുള്ള ആശയങ്ങളും രീതികളും ലെനിൻ രൂപീകരിച്ചതുപോലെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിപ്ലവ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തൊഴിലാളി വർഗത്തിൻ്റെ വാൻഗാർഡ് റവല്യൂഷണറി പാർട്ടി, മുന്നിൽ നിന്ന് വിപ്ലവത്തെ മുന്നിൽ നയിക്കുന്ന പാർട്ടി, അത് എല്ലാ തൊഴിലാളികളും, തൊഴിലാളി വർഗത്തിലെ എല്ലാ അംഗങ്ങളും ഉൾക്കൊള്ളുന്ന പാർട്ടിയല്ല. അതിൽ വളരെ കുറച്ച് പേരെ അത് വിപ്ലവ ബോധമുള്ള, വർഗബോധമുള്ള, അതിൻ്റെ ഉയർന്ന തലത്തിൽ വർഗബോധമുള്ള, ഇതിൽ വിപ്ലവത്തെക്കുറിച്ചുള്ള ധാരണകളുള്ള വളരെ ചുരുക്കം പേരുടെ പാർട്ടിയാണ്. എന്നാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് അതുമാത്രം പോരാ. ലക്ഷക്കണക്കിന് ആളുകൾ, തൊഴിലാളി വർഗത്തിൽ പെട്ടവർ, അതിന് പുറത്തുള്ളവർ, ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു സമൂഹം അവിടെ പുറത്തുണ്ട്. ഇവരെ കൂടി ബോധവൽക്കരിക്കുകയും അവരുടെ പൊതുബോധം അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയും പാർട്ടി പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പാർട്ടി ശക്തിപ്പെടുത്തുകയും അതിനെ വിപ്ലവത്തെ നയിക്കാനുള്ള ശക്തി കൈവരികയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ബഹുജന സംഘടനകൾ രൂപവൽക്കരിക്കുന്നത്. സാൽക്കിയ പ്ലീനത്തിലാണ് 78 കൂടുതൽ ബഹുജന സംഘടനകളെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. പാർട്ടി വിലയിരുത്തിയിട്ടുള്ള വിപ്ലവത്തിൻ്റെ ദശയ്ക്ക്, അതിൻ്റെ ലക്ഷ്യത്തിന്, അതായത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പൂർത്തീകരണത്തിന്, അതിന് തൊഴിലാളി വർഗ അംഗങ്ങൾ, പാർട്ടിയിലെ അംഗങ്ങൾ മാത്രം പോരാ.
അത് വളരെ വിശാലമായിട്ടുള്ള ഒരു പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഉള്ള കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു വിപ്ലവം നടക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ചാലകശക്തിയെ നമ്മൾ രൂപീകരിക്കുന്നത്. ആ പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ക്ലാസ് അലയൻസ്, അതിൽ തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, പാവപ്പെട്ട ചെറുകിട കർഷകരുണ്ട്, അതുപോലെ തന്നെ ചെറിയ വ്യാപാരികളുണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങളെയൊക്കെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിനും അവരുടെ ബോധ നിലവാരം ഉയർത്തുന്നതിനും, കാരണം ഒരുപാട് ജനങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ പ്രചാരണത്തിൽ, മാധ്യമ പ്രചാരണങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണങ്ങൾ, ഇതിലൊക്കെ വശംവദരായിരിക്കുന്ന ഒരു വലിയൊരു ജനതയാണ് പുറത്തുള്ളത്. ഇവരുടെയൊക്കെ ബോധ നിലവാരത്തെ വളരെ തുടർച്ചയായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയയുടെ, അതുപോലെ സമര പരിപാടികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചുമതല, അത് ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട്, ആ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചുമതലയാണ് മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. അതിനുള്ള പലവിധ ബഹുജന പ്രസ്ഥാനങ്ങൾ, യുവാക്കൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ, ഇങ്ങനെയൊക്കെ ഓരോ വിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കാനുള്ള ബഹുജന സംഘടനകൾ, ഈ സംഘടനകൾക്കുള്ള പ്രവർത്തിക്കേണ്ട രീതികൾ എന്താണ്? ഈ സംഘടനയും വിപ്ലവ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ട രീതിയാണ്. എന്നാൽ ആ രീതിയല്ല ബഹുജന സംഘടനകളെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തന രീതി. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ബാർബാറിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള വിപ്ലവ മുന്നേറ്റം സാധ്യമാക്കുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ വിപ്ലവം ഇന്ന് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം, പീപ്പിൾ ഡെമോക്രാറ്റിക് റെവല്യൂഷൻ, ഇത് ഇതുവരെ നടന്നിട്ടില്ലാത്ത, പൂർത്തീകരിച്ചിട്ടില്ലാത്ത നാടുവാഴിത്ത ജന്മറ്റ അവസ്ഥകളുടെ അവശേഷിഷ്ടങ്ങളെ, ഭൂവിതരണം ഉൾപ്പെടെയുള്ള, ലാൻഡ് റിഫോം ഉൾപ്പെടെയുള്ള പൂർത്തീകരിക്കാത്ത വിപ്ലവ ലക്ഷ്യങ്ങളെ സാധ്യമാക്കുന്നതിനുള്ളതാണ്. ഇതിന് തൊഴിലാളി വർഗത്തിന് പുറമെ കർഷക തൊഴിലാളികൾ, ചെറുകിട കർഷകർ, ചെറുകിട വ്യാപാരികൾ, മിഡിൽ ക്ലാസ്, ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിൻ്റെ വിപ്ലവ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരുപാട് പേര്, പുറത്തു നിൽക്കുന്ന ഒരുപാട് പേരുടെ സഹകരണം, അവരുടെ ഒരു മുന്നണി, പീപ്പിൾ ഡെമോക്രാറ്റിക് ക്ലാസ് അലയൻസ്, അത് രൂപീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബഹുജന സംഘടനകൾ ഏറ്റെടുക്കുന്നത്. എന്തിനാണ് മാസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബഹുജന സംഘടനകളെ രൂപീകരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വിപ്ലവം സാധ്യമാക്കുന്നില്ല, വിപ്ലവം ഏറ്റെടുക്കുന്നതിനുള്ള, തൊഴിലാളി വർഗത്തെ മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള ആ മാറ്റത്തിനുള്ള, ആ വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നതിനും അവരെ നയിക്കുന്നതിനുമുള്ള വാൻഗാർഡ് റവല്യൂഷണറി പാർട്ടിയാണ്. അതിൽ ഉൾപ്പെടാത്ത ഒരുപാട് തൊഴിലാളികളടക്കം ഒരുപാട് ബഹുജനങ്ങൾ പുറത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുദ്രാവാക്യം, വിപ്ലവം എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കാൻ തക്കവിധം രാഷ്ട്രീയമായ ബോധ നിലവാരത്തിലേക്ക് ഉയരാത്തവരായിരിക്കും. അവരെ സംഘടിപ്പിക്കാനുള്ള, എന്നാൽ അവർക്ക് വേണ്ടിയുള്ള അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾക്ക് അവരെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു ബഹുജന സംഘടനകൾക്ക്. ഈ സമരങ്ങളിലൂടെയാണ് അവർ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയുടെ
പരിമിതികളെക്കുറിച്ച്, അത് മാറ്റേണ്ടതുള്ളതിനെക്കുറിച്ച്, വേണ്ട വിപ്ലവം വേണ്ടതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണം ഉണ്ടാവേണ്ടത്, ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, ബോധ നിലവാരം ഉയർത്തേണ്ടത് ഇത്തരം സമര പരിപാടികളിലൂടെയാണ്. അത് ഏറ്റെടുക്കുന്നത് ബഹുജന സംഘടനകളാണ്. അത് ആദിവാസികളുടെ സംഘടനയാവാം, അതുപോലെ യുവാക്കളുടെ സംഘടനയാവാം, സ്ത്രീകളുടെ സംഘടനയാവാം, ദളിതരുടെ സംഘടനയാവാം. ഇങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല, അതിനുള്ള പരിപാടികളാണ് ബഹുജന സംഘടനകൾ ആവിഷ്കരിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ആ ബഹുജന സംഘടനകളുടെ പ്രവർത്തന രീതി തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി പോലെയുള്ളതല്ല. അതിനെ അതേപോലെ അനുകരിക്കാൻ പാടുള്ളതല്ല. ഡെമോക്രാറ്റിക് സെൻട്രലിസം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന രീതിയെങ്കിൽ അത് അതേപോലെ അനുകരിക്കേണ്ട ഒന്നല്ല മറ്റ് ബഹുജന സംഘടനകളിലെ പ്രവർത്തന രീതി. അതായത് ഇന്ത്യയുടെ വിപ്ലവ പാത എന്തായിരിക്കണം, വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് ദി ഇന്ത്യൻ റവല്യൂഷൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഇതിന് 2 പ്രീ റിക്വസിറ്റ്, 2 കാര്യങ്ങൾ വിപ്ലവത്തെ നയിക്കുന്നതിന് വേണ്ടി അതിന് മുന്നൊരുക്കമായിട്ട് സാധ്യമാകണം. അതിലൊന്ന് വളരെ വിശാലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഉണ്ടാവുക എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായിട്ടുള്ള വിവിധ വിഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള, പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിനോ പുറത്തുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ശക്തമായിട്ടുള്ള പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രീ റിക്വസിറ്റ്. രണ്ടാമത് പാർട്ടിക്ക് തനതായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. അത് വളരെ വലിയ തോതിൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഈ 2 പ്രീ റിക്വസിറ്റ് ഉണ്ടായി കഴിഞ്ഞാലേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വിപ്ലവ പ്രവർത്തനത്തിലേക്ക്, വിപ്ലവം സാധ്യമാക്കുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് പാർട്ടി പ്രോഗ്രാമിൻ്റെ സെക്ഷൻ 8 വളരെ കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് ഊന്നുന്നത് ബിൽഡിംഗ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിപ്ലവ പാർട്ടിയെ ശക്തമാക്കുന്നതിനെക്കുറിച്ചാണ്. അത് നേരത്തെ പറഞ്ഞതുമാതിരി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വിപ്ലവ ബോധമുള്ള, പ്രത്യയശാസ്ത്രബോധമുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു പാർട്ടി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇത് സാധ്യമാക്കലാണ് ഈ ക്ലാസ് അലയൻസ്, 7 വിഭാഗങ്ങളുള്ള വിവിധ വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ക്ലാസ് അലയൻസിനെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് LDF, വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചർ വർക്കേഴ്സും, വർക്കേഴ്സ് പെസൻസ് കോമ്പിനേഷൻ, കർഷക തൊഴിലാളികളും തൊഴിലാളി വർഗവും നേതൃത്വം കൊടുക്കുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പൊളിറ്റിക്കൽ അലയൻസ് ഈ PDF-ൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുക്കണം. അതിന് ബഹുജന പ്രസ്ഥാനങ്ങൾ വിവിധ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. സൽക്കിയ പ്ലീനത്തിന് ശേഷമാണ് DYFI ഉണ്ടാവുന്നത്, എയ്ഡ്വ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള പല ആദിവാസികളുടെ ഇടയിലെ സംഘടന രൂപീകരിക്കുന്നത്. അത്തരം ബഹുജന പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു നയത്തിൻ്റെ പ്രാവർത്തികമാക്കലായിരുന്നു അത്. അത്തരമൊരു പീപ്പിൾ ഡെമോക്രാറ്റിക് ഫണ്ടിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ജനകീയ ജനാധിപത്യ വിപ്ലവം സാധ്യമാക്കേണ്ടത് എന്നതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ബഹുജന സംഘടനയുടെ പ്രവർത്തന രീതി എന്തായിരിക്കണം, ബഹുജന സംഘടനയും പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും
അതിൻ്റെ ഫലമായിട്ട് അത് ക്രോഡീകരിക്കുകയും ചെയ്തതാണ് 2004 ഇറങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺ അപ്രോച്ച് ടു മാസ് ഓർഗനൈസേഷൻ എന്ന പാർട്ടിയുടെ ഡോക്യുമെൻ്റ്. തീർച്ചയായിട്ടും നമ്മൾ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു രൂപരേഖയാണ്. കാരണം നമ്മൾ പലരും ബഹുജന സംഘടനയിലെ പാർട്ടിയുടെ എക്സ്റ്റൻഷനായിട്ട് അതേ പ്രവർത്തന ശൈലികൾ ഏറ്റെടുക്കുന്നത് എന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് മാസ് ഓർഗനൈസേഷനിൽ ബഹുജന സംഘടനയുടെ പ്രവർത്തന രീതി എന്തായിരിക്കണം, ഏത് രീതിയിലാണ് അതിന് പാർട്ടിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാക്കേണ്ടത്, ഏത് രീതിയിലാണ് കൂടുതൽ വിഭാഗത്തിലെ ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള രൂപരേഖ, മാർഗനിർദ്ദേശങ്ങളാണ് ഓൺ അപ്രോച്ച് ടു മാസ് ഓർഗനൈസേഷൻ എന്ന പാർട്ടി രേഖ, സെൻട്രൽ കമ്മിറ്റി പുറത്തിറക്കിയ പാർട്ടി രേഖ. നിർഭാഗ്യവശാൽ പലപ്പോഴും കാണുന്ന പ്രവണത ബഹുജന സംഘടനകളെ, മാസ് ഓർഗനൈസേഷനെ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായിട്ടുള്ള, അതിൻ്റെ പാർട്ടിയുടെ ഭാഗമായി, പാർട്ടിയുടെ വാലായിട്ട്, അപ്പൻഡേജ് ഓഫ് ദി പാർട്ടി എന്ന രീതിയിൽ കണക്കാക്കുകയും അത് പാർട്ടിയുടെ രീതികളെ, അതിൻ്റെ ഭാഷയെ, അതിൻ്റെ ശൈലിയെയൊക്കെ അതേപോലെ അനുകരിക്കുകയും അതേപോലെ കോപ്പി ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ദോഷമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഏത് വിഭാഗങ്ങളെയാണോ സംഘടിപ്പിക്കാൻ നോക്കുന്നത്, ഏത് വിഭാഗങ്ങളെയാണോ ബോധവൽക്കരിക്കാൻ നോക്കുന്നത്, ബോധ നിലവാരം ഉയർത്താൻ നോക്കുന്നത്, പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നത്, അവരെ അകറ്റാൻ മാത്രമാണ് ഉപകരിക്കുക എന്ന് 2004 ഓൺ അപ്രോച്ച് ടു മാസ് ഓർഗനൈസേഷൻ എന്ന് സെൻട്രൽ കമ്മിറ്റി പുറത്തിറക്കിയുള്ള രേഖയിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുക്കുന്നതിനുള്ളതാണ് ബഹുജന സംഘടനകൾ എന്നുള്ള വിലയിരുത്തൽ എന്നുള്ള ധാരണ അത് വളരെ തെറ്റാണ് എന്ന് അടിവരയിടുന്നതാണ് ഓൺ അപ്രോച്ച് ടു മാസ് ഓർഗനൈസേഷൻ എന്ന രേഖയിലെ പറഞ്ഞിരിക്കും സെൻട്രൽ കമ്മിറ്റി വിലയിരുത്തുന്നത്. അത് പാർട്ടി അഡ്വാൻസ് ചെയ്യാന്നുള്ള ഒരു പ്ലാറ്റ്ഫോമല്ല. അത് വളരെ തെറ്റായിട്ടൊരു ധാരണയാണ്. നേരെ മറിച്ച് അതാത് വിഭാഗത്തിൻ്റെ, ദളിതരുടെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വുമൻ ഓർഗനൈസേഷൻ, സ്ത്രീകളുടെ സംഘടനയാണെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം സംഘടനയല്ല. സ്ത്രീകളുടെ പ്രശ്നം അത് ആരേറ്റെടുക്കുന്നതായാലും അത് ആ രീതിയിൽ എല്ലാ സ്ത്രീകളെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കാനാവുന്ന ഒരു സംഘടനയായിട്ട് നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നതാണ്. അതിൽ എല്ലാ ബഹുജന സംഘടനകളിലും പാർട്ടിയുടെ പ്രവർത്തന രീതിയെ അച്ചട്ടായിട്ട് അതേപോലെ അനുകരിക്കുകയല്ല. ജനാധിപത്യ കേന്ദ്രീകരണം എന്നുള്ളത്, ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നുള്ളത് ബഹുജന സംഘടനയ്ക്ക് പറഞ്ഞിട്ടുള്ള പ്രവർത്തന രീതിയല്ല, സംഘടനാ രീതിയല്ല. അത് കൂടുതൽ ജനാധിപത്യപരമാവുകയും കൂടുതൽ ആളുകളെ പാർട്ടിയുമായി ബന്ധമില്ലാത്ത നോൺ പാർട്ടി മാസസ് അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം അത്തരം ബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ. കാരണം പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതിന് അതേപടി അത് കോപ്പി ചെയ്യുകയോ ആ പ്രവർത്തന രീതികളെ അനുകരിക്കുകയോ ചെയ്യരുത് എന്ന് അടിവരയിടുന്നതാണ് 2004 രൂപരേഖ. ഫോർ എക്സാമ്പിൾ, ലൈക്ക് സ്റ്റുഡൻറ്റ് യൂണിയനിൽ, ഫ്രണ്ടിൽ, വിദ്യാർത്ഥി സംഘടനയിലെ രേഖ അത് സോഷ്യലിസത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്, സയൻറ്റിഫിക് സോഷ്യലിസത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നിലപാടെടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന് കഴിയാതെ വരും. ഒരുപാട് നോൺ പാർട്ടി മെമ്പേഴ്സ്, ഈ പ്രസ്ഥാനത്തിന് പുറത്തുള്ള ഒരുപാട് പേര് അത് ഒഴിവാക്കുന്നതിലേക്ക് ആണ് നയിക്കുക.
അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും കൂടുതൽ ജനാധിപത്യപരമായി അതാത് വിഭാഗത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അതാത് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അവർക്ക് ഐഡൻറ്റിഫൈ ആവുന്ന, അവർക്ക് താതാത്മ്യം പ്രാപിക്കാവുന്ന, അവരുടെ പിന്തുണ ലഭിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങൾ നയിക്കുകയും ആ സമരങ്ങളിലൂടെ അവരുടെ ബോധനിലവാരത്തെ, അവരുടെ വർഗ ബോധനിലവാരത്തെ ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ബഹുജന സംഘടനകൾക്ക് ചെയ്യേണ്ട പ്രവർത്തന രീതി. അത് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള വിപ്ലവ ലക്ഷ്യം ആൻറ്റി ഫ്യൂഡൽ, ആൻറ്റി ഇംപീരിയലിസ്റ്റ്, ആൻറ്റി മോണോപോൾ സ്ട്രഗിൾ, നാടുവാഴ്ത്ത ജന്മിത്താവസ്ഥക്കെതിരെ, ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, കുത്തകവൽക്കരണത്തിനെതിരെ, ആ ശക്തികൾക്കെതിരെയുള്ള സമരമാണ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ജനകീയ ജനാധിപത്യ വിപ്ലവം. ഇതിന് ആവശ്യം വേണ്ട എല്ലാ ബഹുജന വിഭാഗങ്ങളെയും പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ടിലേക്ക് ആകർഷിക്കാനുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തൊരുമിപ്പിക്കാനും പാർട്ടിയുടെ നിലപാടുകളെ അവരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് ബഹുജന സംഘടനകൾ നടത്തേണ്ടത്. പല പാർട്ടി അംഗങ്ങളും അവരെ മാസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബഹുജന സംഘടനകളെ പാർട്ടിയുടെ സബ്സിഡറി ആയിട്ട് കണക്കാക്കുകയും അതുപോലെ ഫങ്ഷൻ ചെയ്യുകയും അതുപോലെ പ്രവർത്തിക്കുകയും അതിൽ ആ സംഘടനകൾക്കുള്ളിൽ ജനാധിപത്യം കൊണ്ടുവരുന്നതിൽ യാതൊരു താല്പര്യമില്ലാത്തവരുമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് സാൽക്കിയ പ്ലീനം മുന്നറിയിപ്പ് തരികയുണ്ടായി. സെവറൽ comrades handle mass organizations as if they are subsidiaries of the party and pay scant attention to functioning them democratically എന്ന് വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരുന്നു. കാരണം അത്തരമൊരു പ്രവർത്തനങ്ങൾ മാസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബഹുജന സംഘടനകളിൽ നിന്ന് അതാത് വിഭാഗങ്ങളെ അകറ്റുകയും പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് അതിൻ്റെ പെരിഫറിയിലുള്ളവരെ മാത്രം സംഘടനയിലേക്ക് ആകർഷിക്കാവുന്നതിനും കാരണമാകും. അതുകൊണ്ട് ആ തരം ഒരു പ്രവർത്തന ശൈലിയല്ല ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ വേണ്ടത് എന്നാണ് അതിൻ്റെ സാരാംശം. ഇപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ, വിദ്യാർത്ഥി സംഘടനകൾ, അവിടെ പിന്നെ പാർട്ടി നേതാക്കളെ കൊണ്ടുവരികയും അവരുടെ കോൺഫറൻസുകളിലും അവരുടെ സമ്മേളനങ്ങളിൽ പാർട്ടി നേതാക്കളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക എന്നുള്ള രീതി തീർച്ചയായും ആശാവഹമല്ല. അത് നിർത്തണം എന്നാണ് സെൻട്രൽ കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ DYFI പോലുള്ള യൂത്ത് ഓർഗനൈസേഷനിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം അതിൻ്റെ മുന്നണിയിലുള്ളത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഒന്നുകിൽ ഈ നേരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കളായവരെ മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായി പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന കാരണം പറഞ്ഞ് ഉദ്ഘാടനത്തിനും ഇതിനോ ക്ഷണിക്കുക, വേദികളിൽ കൊണ്ടുവരിക തുടങ്ങിയ പല പ്രവണതകളും അത് ബഹുജന സംഘടനകളെ വളർത്തുന്നതിനോ അതുവഴി ആത്യന്തികമായി പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോ ഉതകുന്നതല്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തന രീതികൾ മാറേണ്ടതുണ്ട് എന്നാണ് അപ്രോച്ച് ടു മാസ് ഓർഗനൈസേഷൻസ് എന്ന രേഖയിലൂടെ CCയുടെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളായി വന്നത്. 3 പ്രധാന മേഖലകളാണ് ബഹുജന സംഘടനകളിലെ പ്രവർത്തിക്കുന്നതിന് എങ്ങനെയാണ് ബഹുജന സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്, എന്തായിരിക്കണം പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് നിർദ്ദേശം ഉള്ളത്. ഒന്ന്, അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റായിട്ട് ബഹുജന സംഘടനകൾ പ്രവർത്തിക്കുന്ന രീതിയായിരിക്കണം അതിന് ഉള്ളത്. പുതിയ വിഭാഗം ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കണം. പാർട്ടിയുമായി ബന്ധമില്ലാത്ത
പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ, പുറത്തുള്ളവരെ ഇത്തരം സംഘടനയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തന രീതിയായിരിക്കണം. അതുപോലെ ജനാധിപത്യപരമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഇത്തരം ബഹുജന സംഘടനകൾ നടത്തേണ്ടത്. അത് പാർട്ടി രീതികളെയോ ശൈലികളെയോ ഭാഷയെയോ ഒന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. അത് പാർട്ടിയുടെ ഫാക്ഷൻ കമ്മിറ്റികളിലൂടെയും അല്ലെങ്കിൽ സബ് കമ്മിറ്റികളിലും കൂടെ ഉള്ള ഉപദേശ നിർദ്ദേശങ്ങൾ എന്നല്ലാതെ നേരിട്ട് പാർട്ടി ഡിക്റ്റേറ്റ് ചെയ്യുന്ന നയങ്ങളിലും നേതൃത്വത്തെയും നിർദ്ദേശിക്കുന്ന രീതി ആശാവഹമായിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബഹുജന സംഘടനകൾ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻ, അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടത്. ഒരുപാട് ആളുകൾ പല ആശയങ്ങളിൽ അടിമപ്പെട്ട് ജാതിയുടെയും മതത്തിൻ്റെയും മതസംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് ബുർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ സ്വാധീനത്തിലകപ്പെട്ട് പല രീതിയിലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്നതാണ്, കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നതാണ്. ഇവരെയൊക്കെ പാർട്ടിയുടെ കാഴ്ചപ്പാടിലേക്കും അതിൻ്റെ സമീപനങ്ങളിലേക്കുമൊക്കെ അവരുടെ ബോധ നിലവാരം ഉയർത്തുക എന്നുള്ള പ്രവർത്തനമാണ് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ. അതായത് പാർട്ടിയുടെ മുദ്രാവാക്യം, ഡയറക്റ്റ് സ്ലോഗൻസ് ഓഫ് ദ പാർട്ടി, അത് യാന്ത്രികമായി ബഹുജന സംഘടനകളുടെ പ്ലാറ്റ്ഫോമിൽ അത് ആവർത്തിക്കുന്നത് അതൊട്ടും ആശാവഹമല്ല. കാരണം അത് ആ ബഹുജന സംഘടനയിലെ അംഗങ്ങളുടെ ബോധ നിലവാരം, അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം അതാത് ബഹുജന സംഘടനകളിലെ മുദ്രാവാക്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്. അടിസ്ഥാനപരമായിട്ട് ബഹുജന സംഘടനകളിലെ പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് അതിലെ അംഗങ്ങളുടെ ആ വിഭാഗത്തിൻ്റെ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും അതിന് വേണ്ടിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലായിരിക്കണം. അത് ഈ ബഹുജന സംഘടനകളുമായിട്ട് ബന്ധമില്ലാത്ത പാർട്ടി നേതാക്കൾ, പാർട്ടി ലീഡേഴ്സ് അത്തരം ബഹുജന സംഘടനകളുമായിട്ട് നേരിട്ട് പ്രവർത്തിക്കുന്നതിൽ, അതിലെ ഉദ്ഘാടന വേദികളിൽ സാന്നിധ്യമാവുന്നത്, ഇതൊക്കെ മാസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബഹുജന സംഘടനകളെ കൂടുതൽ ആളുകൾ എത്തിക്കുന്നതിൽ നിന്ന് അതിന് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രവർത്തന രീതി ആയിരിക്കില്ല എന്നാണ് സെൻട്രൽ കമ്മിറ്റി അതിൻ്റെ നിർദ്ദേശമായിട്ട് പറയുന്നത്. അതുപോലെ പലപ്പോഴും പാർട്ടി ഓഫീസുകൾ അത് മാസ് ഓർഗനൈസേഷൻ, ബഹുജന സംഘടനകളുടെ ഓഫീസായിട്ടും പ്രവർത്തിക്കുക, അതിനെ ഉപയോഗിക്കുക എന്നുള്ള രീതി പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത, ആ കാഴ്ചപ്പാടുമായിട്ട് അടുക്കാത്ത ബാക്കിയുള്ള പൊതുജനങ്ങളെ, ആ വിഭാഗത്തിലെ ആളുകളെ ഈ മാസ് ഓർഗനൈസേഷൻ, ഈ ബഹുജന സംഘടനകളിലേക്ക് നിന്ന് തടയുന്നതിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരമാവധി സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ്, ഇൻഡിപെൻഡൻ്റ് എൻറ്റിറ്റി, സ്വതന്ത്രവും ജനാധിപത്യപരവുമായിട്ടുള്ള പ്രവർത്തന രീതികളാണ് ബഹുജന സംഘടനകൾ ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ സംഘടനാ രീതികൾ, അതിൻ്റെ സംഘാടനം, അതിൻ്റെ മുദ്രാവാക്യങ്ങൾ, അതിൻ്റെ ഭാഷ, സംവേദന രീതികൾ, ഇതെല്ലാം വളരെ ബോധപൂർവം തന്നെ ഒരു വിപ്ലവ പാർട്ടിയുടെ ഇതുമായി വളരെ കൃത്യമായിട്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന രീതികളാണ് ബഹുജന സംഘടനകളുടെ പ്രവർത്തിക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്നവർ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സംവേദന രീതികളും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളും. ഉദാഹരണത്തിന് ഡിജിറ്റൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പ്രചാരണങ്ങളെ തടയുന്നതിൽ, ഇതിനൊക്കെ അതിൻ്റെ പെർസെപ്ഷൻസ്, അതിൻ്റെ പറ്റിയിട്ടുള്ള അതിലെ അംഗങ്ങൾ
ക്കുള്ള വിശദീകരണങ്ങൾ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് വരുത്തൽ, ഇതൊക്കെ അതാത് സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികളിലൂടെ അല്ലെങ്കിൽ ഇടപെടലുകളിലൂടെ ചെയ്യാൻ സാധിക്കണം. ബഹുജന സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ അതാത് വിഭാഗങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നു എന്ന ഒരു ബോധം, അത് പിന്നെ ഈ ബഹുജന സംഘടന, അവരംഗമായിട്ടുള്ള ബഹുജന സംഘടനയിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും പ്രതിരോധങ്ങളും ഏറ്റെടുക്കുന്നു എന്നൊരു ബോധം വളർത്തുന്നതിന്, അതിന് ആശയപ്രചാരണത്തിന്, ആവിഷ്കാരങ്ങൾക്ക് പല രീതിയിലുള്ള ഇതുവരെ പിന്തുടർന്നതിൽ നിന്ന് പുതിയ അഭിരുചികൾക്കനുസരിച്ച് പുതിയ രൂപങ്ങൾ, ഫോംസ്, പുതിയ മെത്തേഡുകൾ, ഈ രീതിയിലൊക്കെ അംഗങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാൻ കഴിയണം. പുതിയ യുവാക്കളെ, സ്ത്രീകളെ, ഇവരുടെ പ്രാതിനിധ്യം കൂട്ടുന്ന രീതിയിൽ, ഉദാഹരണത്തിന് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, അത് സംഘടനയിലേക്ക് കൂടിയ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ, പുതിയ ഐഡിയ സംഘടനയുടെ ഉള്ളിലേക്ക് വരുന്നതിന് അത് വിഘാതമായിരിക്കും. അപ്പം ഈ രീതിയിൽ പുതിയ കാലത്തെ പ്രവർത്തനങ്ങൾ, പുതിയ സംഘടനാ പ്രവർത്തനങ്ങൾ, പുതിയ കാലത്തെ പ്രവർത്തനങ്ങൾ പുതിയ തലമുറയുടെ അഭിരുചികളുമായി ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മളത് നവീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള പുതിയ പുതിയ ഭാഷയും സംവേദന രീതിയും പുതിയ ഉപാധികളും കണ്ടെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സംഘടനകൾക്ക് ഉള്ളിൽ ഉള്ള പല പ്രവണതകളെയും, ആശാവഹമല്ലാത്ത പ്രവണതകളെയും അതിനെതിരെയുള്ള സമരങ്ങൾക്കും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കൽക്കത്ത പ്ലീനത്തിലൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് ദുഷ്പ്രവണതകൾ, പ്രത്യേകിച്ച് സമൂഹത്തിൽ അത്തരമൊരു സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ നിലനിൽക്കെ, പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമ്മൾക്ക് സംഘടനകളിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഫാക്ഷനലിസം ആവാം, പാർലമെൻറ്റേറിയസത്തിൻ്റെ സ്വാധീനമാവാം, സബ്ജക്റ്റിവിസം ആവാം, ലിബറലിസം ആവാം, ക്ലാസ് വർഗ നിലപാടുകളെ ശക്തമായി ഏറ്റെടുക്കാതിരിക്കുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക, ഇത്തരം നിലപാടുകൾ പാർട്ടി അല്ലെങ്കിൽ നിലപാടുകളിൽ വെള്ളം ചേർക്കൽ, അത് കൃത്യമായിട്ട് പ്രചരിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട വേദികളിൽ അത് കൃത്യമായിട്ട് അത് വിശദീകരിക്കാതിരിക്കുക, ഡിഫെൻഡ് ചെയ്യാതിരിക്കുക തുടങ്ങിയ ഒരുപാട് പ്രവണതകൾ നമ്മൾ ബഹുജന സംഘടനകളാവട്ടെ അല്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനങ്ങളിലാവട്ടെ ഒക്കെ കണ്ടുവരുന്നു. ആശയപരമായ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദൃഢതയില്ലായ്മ, അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങൾ, ദശകങ്ങൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തികച്ചും വിപരീതമായ പ്രത്യയശാസ്ത്ര നിലപാടുകളുമുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു എന്നതൊക്കെ തീർച്ചയായും ആശങ്കാജനകമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ, ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത വളരെയേറെയുണ്ട്. ഉദാഹരണത്തിന് 2015 കൽക്കത്ത പ്ലീനം ചൂണ്ടിക്കാണിച്ചതുപോലെ 1978 സാൽക്കിയ പ്ലീനം മാസ് റെവല്യൂഷണറി പാർട്ടി ഉണ്ടാക്കാനായിരുന്നു കോൾ ചെയ്തത്. അതായത് പാർട്ടി വളരെ ശക്തമായി ഉള്ള സാഹചര്യത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച് ഉള്ള വിപ്ലവ പാർട്ടി ഉണ്ടാക്കുന്നതിനായിരുന്നു. എന്നാൽ 2015 കൽക്കത്ത പ്ലീനം അതിൻ്റെ ഒരു റിയലൈസേഷൻ ഉണ്ടായത്
പാർട്ടി മാസ് റെവല്യൂഷണറി പാർട്ടി ഉണ്ടായില്ല, അത് മാസ് പാർട്ടി ആയിട്ട് ചുരുങ്ങി. ജനങ്ങളൊക്കെ ഉണ്ടായി, മെമ്പർഷിപ്പൊക്കെ കൂടി, പക്ഷേ അത് അതിൽ റെവല്യൂഷണറി കണ്ടൻറ്റിന് ശോഷണം സംഭവിച്ചു, വിപ്ലവകരമായിട്ടുള്ള ഉള്ളടക്കത്തിന് ശോഷണം സംഭവിച്ചു എന്നതാണ്. അത് പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് പുതിയ 2015 പുതിയ നിർദ്ദേശം നമ്മൾ റെവല്യൂഷണറി പാർട്ടി വിത്ത് മാസ് ലൈൻ, അങ്ങനെയാണ് പാർട്ടിയെ പുതുക്കി പണിയേണ്ടത് എന്നാണ്. റെവല്യൂഷണറി പാർട്ടി വിത്ത് എ മാസ് ലൈൻ. 78 മാസ് റെവല്യൂഷണറി പാർട്ടി എന്നത് അത് നമ്മൾ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതും അതും ഒരു മാസ് പാർട്ടിയായി പോകുന്നതിന് കാരണമായി എന്നുള്ളതും, അതുകൊണ്ട് പാർട്ടിയെ നമ്മൾ ആ പ്രസ്ഥാനത്തെ, വിപ്ലവ പ്രസ്ഥാനത്തെ റെവല്യൂഷണറി പാർട്ടി വിത്ത് എ മാസ് ലൈൻ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എന്നാൽ വിപ്ലവപരമായിട്ടുള്ള ഉള്ളടക്കം അതിന് പ്രധാനമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവണതകളെ, ദുഷ്പ്രവണതകളെ, റിവിഷനിസ്റ്റ് പ്രവണതകളെ, അതിനെതിരെയുള്ള ജാഗ്രത, വിദ്യാഭ്യാസം, ബോധവൽക്കരണം, ഈ ഉത്തരവാദിത്തങ്ങൾ കൂടി പാർട്ടി പ്രവർത്തകരെ ഏറ്റെടുക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം നിലപാടുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ റിപ്ലിക്കായിരിക്കരുത്, അതിൻ്റെ അനുകരണങ്ങളായിരിക്കരുത്. കൂടുതൽ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവരെ നമ്മുടെ നിലപാടുകളിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള അജണ്ടകളും പ്രവർത്തന രീതികളുമാണ് നമ്മൾ ബഹുജന പ്രസ്ഥാനങ്ങളിലെ, ബഹുജന സംഘടനകളിലേക്ക് ഏറ്റെടുക്കേണ്ടത്. അത്തരം പ്രവർത്തനങ്ങളായിരിക്കണം, അത്തരം അജണ്ടയായിരിക്കണം, അത്തരം ഭാഷകളായിരിക്കണം, അത്തരം സംവേദന രീതികളായിരിക്കണം ബഹുജന സംഘടനാ പ്രവർത്തനത്തിന് നാം പിന്തുടരേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇനി ചർച്ചകളുടെ ഭാഗമായിട്ട്, ചോദ്യങ്ങളുടെ ഭാഗമായിട്ടോ മറ്റ് കൂടുതൽ വിഷയങ്ങളെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വിഷയങ്ങളിൽ വിശദീകരിക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചർച്ചയുടെ ഭാഗമായിട്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നമസ്കാരം.